1996 റിലീസ് ചെയ്ത ഇന്ത്യൻ എന്ന ചിത്രം സംവിധായകൻ ശങ്കറിൻ്റെ സംവിധാന മികവ് കൊണ്ടും സാങ്കേതിക തികവ് കൊണ്ടും ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് ഇന്ത്യൻ എന്ന ചിത്രം. ആ ചിത്രത്തിൽ കമലഹാസൻ, യൂണിവേഴ്സൽ ഹീറോ കമലഹാസൻ, മനീഷ കൊയ്രാള, ഊർമിള തുടങ്ങിയവരാണ് അഭിനയിച്ചത്. ഇതിൽ അച്ഛനും മകനുമായി കമലഹാസൻ തന്നെയാണ് അഭിനയിച്ചത്. സിനിമ ഒരു വൻ വിജയമായ ഒരു സിനിമയായിരുന്നു 1996 റിലീസ് ചെയ്ത ഈ ഇന്ത്യൻ എന്ന ചിത്രം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ 1977 റിലീസ് ചെയ്ത നാം പിറന്ന മൺ എന്ന ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൻ്റെ സംവിധായകൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പഴയകാല മലയാള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള എ വിൻസെൻ്റാണ്. ഈ നാം പിറന്ന മൺ എന്ന ചിത്രത്തിൽ കമലഹാസൻ ഒരു അഴിമതിക്കാരനായ മകനായും ശിവാജി ഗണേശൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടതാണ്, കമലഹാസൻ തന്നെയാണ് അച്ഛൻ്റെ റോളും കമലഹാസൻ തന്നെയാണ് മകൻ്റെ റോളും ചെയ്തത്. അപ്പോൾ ഈ മകൻ്റെ ഈ അഴിമതി നിറഞ്ഞ ഈ പ്രവൃത്തികൾ അച്ഛന് സഹിക്കാൻ വയ്യാതാവുന്ന ഒരു ഇതിവൃത്തമാണല്ലോ ഈ ഇന്ത്യൻ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഈ നാം പിറന്ന മൺ എന്ന ചിത്രത്തിൽ വലിയ പ്രമേയം എന്തെന്നാൽ, ഈ അഴിമതിക്കാരനായ മകനെ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ ശിവാജി ഗണേശൻ, അച്ഛനായി അഭിനയിച്ച ശിവാജി ഗണേശൻ വെടിവെക്കുന്ന ഒരു സീനുണ്ട് ഈ നാം പിറന്ന മൺ എന്ന ചിത്രത്തിൽ. അപ്പോൾ മകനെ വെടിവെക്കുന്നു, പക്ഷേ വെടി കൊള്ളുന്നത് അമ്മയാണ് മരിക്കുന്നത്. അതിനെ തുടർന്ന് അച്ഛനും മരിക്കുന്നു. അതാണ് സിനിമ. ആ സിനിമയുടെ കഥ അങ്ങനെയാണ്. പക്ഷേ ഈ ഇന്ത്യൻ സിനിമയിൽ കമലഹാസൻ അച്ഛനെ അഭിനയിക്കുന്നത് കമലഹാസനാണ്, മകനെ അഭിനയിക്കുന്നത് കമലഹാസനാണ്. സിനിമയുടെ അവസാനം നമ്മൾ കാണുന്നത്, ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കാണുന്നത് ഒരു അച്ഛൻ കമലഹാസൻ മകനായ കമലഹാസനെ വെടിവെച്ച് കൊല്ലുന്നതാണ് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഈ സിനിമകൾ 1977 ഇറങ്ങിയ സിനിമയാണ് നാം പിറന്ന മൺ. 1996 ഇറങ്ങിയ സിനിമയാണ് ഇന്ത്യൻ എന്ന ചിത്രം. ഈ രണ്ട് ചിത്രത്തിലും കമലഹാസന് ഒരു മേജർ റോളും ഉണ്ട്. അപ്പോൾ ഈ സിനിമ കഥയിൽ ആ ഒരു ത്രെഡിൽ, ആ ഒരു കഥയുടെ ഒരു കഥാതന്തു എടുത്തിട്ടുണ്ട് എന്നല്ലാതെ മറ്റു സാമ്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ശങ്കർ എന്ന സംവിധായകൻ്റെ സിനിമയാണ്. എന്നാലും സാധാരണ രീതിയിൽ എടുക്കേണ്ട ഒരു സിനിമ പോലും ശങ്കറിൻ്റെ സംവിധാന രീതിയിൽ അതൊരു വേറൊരു ലെവൽ സിനിമയായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ശങ്കർ ആ സിനിമയുടെ ഒരു എസെൻസ് എടുത്ത് മറ്റൊരു സിനിമയ്ക്കുള്ള ഒരു കഥയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം. അല്ലാതെ ഇപ്പോൾ ആ നാം പിറന്ന മണ്ണിൻ്റെ റീമേക്കാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാര്യം നാം പിറന്ന മൺ സംവിധാനം ചെയ്തത് എ വിൻസെൻ്റാണ്, ഇന്ത്യൻ സംവിധാനം ചെയ്തത് ശങ്കറുമാണ്. അപ്പോൾ ഈ കഥയിലുള്ള ഒരു സാമ്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ സിനിമ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഈ സിനിമ കണ്ടു നോക്കിയാലേ അതിൻ്റെ കഥ കൂടുതലും ഇത് ഇന്ത്യനുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് കൂടുതൽ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയായ അച്ഛനും ഈ അഴിമതിക്കാരനായ മകനും ആ ഒരു കോൺഫ്ലിക്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്ത് എന്ന് ചിന്തിച്ചത്. എന്തായാലും ഇന്ത്യൻ 2 വരും മാസങ്ങളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. നമുക്ക് ആ ഇന്ത്യൻ 2 എന്ന ചിത്രവും ഒരു ദേശസ്നേഹം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ നാം പിറന്ന മണ്ണിൻ്റെ ഒരു കഥാതന്തു തന്നെയാണ് ഇന്ത്യൻ എന്ന ചിത്രത്തിലേക്ക് ശങ്കർ എടുത്തിരിക്കുന്നത്.